കർത്താവെ, ഞങ്ങൾ ഈ നിമിഷം ഒരുമനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് അതിന്റെ ആ വിത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ അത് പൊട്ടിമുളയ്ക്കും, ഞങ്ങളുടെ ഉള്ളിൽ അത് വേര് പാകി അതിന്റെ പൂർണ്ണതയിലേക്ക്, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി, സഹായകരമാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം തുടർന്നുള്ള നിമിഷങ്ങൾ പൂർണ്ണമായി ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ശക്തമായ അഭിഷേകത്തിന്റെ ആ മറവിലേക്ക് കൂട്ടായ്മ മുഴുവനും കടന്നു വന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന കർത്താവെ, അവിടുത്തെ വലിയ കൃപ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പസ്തല പ്രവർത്തനം 15-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ നോക്കി. അപ്പസ്തല പ്രവർത്തനം 15-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തല പ്രവർത്തനം 15:36. ഹല്ലേലൂയ. അതിന്റെ തലക്കെട്ട് അല്പം നെഗറ്റീവായിട്ടുള്ളൊരു തലക്കെട്ടാണ്. പൗലോസും ബർണബാസും വേർപിരിയുന്നു എന്നൊരു തലക്കെട്ടാണ്. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മിക്കപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ കേൾക്കുന്നത്. പക്ഷെ ഇവിടെ തലക്കെട്ട് തന്നെ എന്താണ്? പൗലോസും ബർണബാസും വേർപിരിയും. 36-ാമത്തെ വാക്യം. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർണബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിന്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയാം. അപ്പൊ പൗലോസും ബാർണബാസും ഒത്തൊരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭ ജെറുസലേം സുനഹദോസിൽ വെച്ച് സുനഹദോസ് എടുത്ത തീരുമാനപ്രകാരം ഇവരെ രണ്ടുപേരെയും ഒത്തൊരുമിച്ച് സുവിശേഷത്തിന് വേണ്ടി സുവിശേഷ യാത്രയ്ക്ക് അയച്ചിരിക്കുകയാണ്. എന്നാൽ ആ സുവിശേഷം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം വളരെ ശക്തമായി മുൻപോട്ട് പോകുന്നു. അപ്പോൾ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബാർണബാസിനോട് പറഞ്ഞു, കർത്താവിന്റെ വചനം പ്രസംഗിച്ച, നമ്മൾ ഇത്രയും നാളും പ്രസംഗിച്ച ആ സ്ഥലങ്ങളൊക്കെ തന്നെ, ആ നഗരങ്ങളിലൊക്കെ നമുക്ക് തിരിച്ചു ചെന്ന സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് നമുക്കറിയാം. അപ്പം സുവിശേഷ യാത്രയുടെ, അവരുടെ സുവിശേഷ വേലയുടെ ഫലമായിരുന്നു അന്ന് ആ ദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന വലിയ ക്രൈസ്തവ സമൂഹം. അപ്പൊ അവരൊക്കെ ഒരിക്കൽ കൂടി ചെന്ന് കാണാനും ഒക്കെ ആയിട്ട് തിരികെ അവരുടെ അടുക്കിലേക്ക് കടന്നു പോകാമെന്ന് പൗലോസ്ലീഹ പറയുന്നു. മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകുവാൻ ബാർണബാസ് ആഗ്രഹിച്ചു. എന്നാൽ പാംഫീലിയയിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു പൗലോസിന്റെ പക്ഷം. ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? ശക്തമായ ഒരു അഭിപ്രായ ഭിന്നത അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ അഭിപ്രായ ഭിന്നത എന്നുള്ള കാര്യം അത് പുതിയൊരു സംഭവമല്ല. അത് അപ്പസ്തല പ്രവർത്തനം മുതൽ സഭയുടെ ആദിമ സഭയുടെ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്നതാണ്. അഭിപ്രായ ഭിന്നതകൾ, ചില കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകൾ. അപ്പൊ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം ഫരിസേയരിൽ എന്ന് വേണേൽ പറയാവുന്ന ഒരു വ്യക്തിയാണ്. ഫരിസേയർക്ക് വരെ ക്ലാസ് എടുക്കുവാൻ അറിവുള്ള, ഗമായേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച വളരെ ശ്രേഷ്ഠനായ ആ ഒരു സാവൂള് കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുണ്ടാകുന്ന എൻകൗണ്ടറിലൂടെ താൻ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ആ പുതിയ ജീവിതം, ക്രിസ്തുവുമായിട്ടുള്ള ആ പുതിയ ജീവിതത്തിന്റെ യാത്രയിൽ മുൻപോട്ട് പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളില് പൗലോസ് എന്ന വ്യക്തിനെ കർത്താവ് ഓരോ ദിവസവും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പൗലോസ്ലീഹയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പൗലോസ്ലീഹ യേശുവിനെ അറിഞ്ഞ ആ നിമിഷം തന്നെ ടോട്ടലി കംപ്ലീറ്റ്ലി റിന്യൂഡ് ആയിട്ടൊരു മനുഷ്യനായി തീർന്നില്ല. യേശുക്രിസ്തുവിനെ അറിഞ്ഞു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ പുതിയ ജീവിതത്തിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്ര തുടങ്ങിയപ്പോൾ ഒരുപാട് കുറവുകളും ബലഹീനതകളും നല്ല വശങ്ങളും ഒക്കെ പൗലോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, വിശുദ്ധ പൗലോസ്ലീഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം പൗലോസ്ലീഹയുടെ വിശ്വാസ യാത്രയിൽ, യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ആ യാത്രയിൽ അതിലെ നല്ലതും മോശവുമായ കാര്യങ്ങളെല്ലാം, നല്ലത് കൂടുതൽ നല്ലതായി ഡെവലപ്പായി വന്നു. മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറഞ്ഞ് ഇല്ലാതായി തീർന്നു. അപ്പോൾ ഈ അപ്പസ്തല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് ഇവിടെ ഒരു ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ടായി. അപ്പോൾ ഈ അഭിപ്രായ ഭിന്നതയ്ക്ക് ശേഷം പിന്നീട് ഉണ്ടാകുന്ന കുറച്ച് സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, പൗലോസ്ലീഹയുടെ പല ലേഖനങ്ങളും
എഴുതിയിരിക്കുന്നത്. ഇപ്പൊ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, പല ലേഖനങ്ങളും പൗലോസ്ലീഹ എഴുതിയത് പലപ്പോഴും പൗലോസ്ലീഹ വളരെയധികം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതിന്റെ ഇടയ്ക്കാണ്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്രശ്നസങ്കീർണമായ കാര്യത്തിനകത്ത് കൂടെ കടന്നു പോകുമ്പോഴാണ് പൗലോസ്ലീഹ ഈ പല ലേഖനങ്ങളും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ എഴുതിക്കൊണ്ടിരിക്കുവാൻ ആ ലേഖനങ്ങളൊക്കെ എഴുതുവാനുണ്ടായ പല സാഹചര്യങ്ങളും പല പല ഇഷ്യൂസാണ്. സഭയ്ക്കകത്തുണ്ടായ പല ഇഷ്യൂസിലൂടെ ചിലപ്പോൾ പൗലോസ്ലീഹ ശുശ്രൂഷക്കായിട്ട് കടന്നു പോയപ്പോഴത്തേക്കും പ്രതിസന്ധി ഉണ്ടായി, പ്രതികൂലങ്ങൾ ഉണ്ടായി, ജയിലിൽ കിടക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട്, ആ ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ വീണ്ടും ജനിച്ച ആ സ്പിരിറ്റ് മാന്റെ ഉള്ളിൽ നിന്ന് തൻ്റെ സോൾ റലത്തിലേക്ക് കടന്നു വരുന്ന ആ ദൈവമഹത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് താൻ ആ ഒരു ഹോളി സ്പിരിറ്റിന്റെ ലീഡിങ്ങിന് കംപ്ലീറ്റ്ലി ഈൽഡ് ചെയ്തപ്പോഴത്തേക്കും ആ ലേഖനങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഈ അഭിപ്രായ ഭിന്നതകൾ എവിടെയുള്ളത്? ഔട്ടർ റലത്തിലാണുള്ളത് അഭിപ്രായ ഭിന്നതകൾ. ഇപ്പം എന്നോട് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ ആ അഭിപ്രായ ഭിന്നത ഉള്ളത് എവിടെയാണ്? ഔട്ടർ റലത്തിലാണ്. പക്ഷെ സോൾ റലത്തിലും സ്പിരിറ്റ് റലത്തിലും, അതായത് സ്പിരിറ്റ് മാൻ, നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ആ സ്പിരിറ്റ് മാന്റെ തലത്തിൽ എല്ലാവരും സെയിം ആയിട്ട്, ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് സോൾ റലം? നമ്മൾ ഇത്രയും നാളും ജീവിച്ച് പോന്നിരുന്ന സാഹചര്യത്തിലൂടെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റലമാണ് സോൾ റലം. അപ്പോൾ മനസ്സിന്റെ റലം എന്ന് വേണേൽ പറയാം. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ്ലീഹ വളരെ കർക്കശക്കാരനും വളരെ എന്താ പറയുന്നത്, ഒരു കൃത്യമായിട്ട് നിയമങ്ങൾ അനുശാസിച്ച് മനുഷ്യർ നടക്കണം, ജീവിക്കണം എന്നുള്ള ആ ഒരു കൃത്യനിഷ്ഠതയുള്ള ഒരു ഫരിസേനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് ഫരിസേനായിരുന്നു, അദ്ദേഹം ഫരിസേനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് ചില കാഴ്ചപ്പാടുകൾ മാറ്റിയെടുത്ത് ക്രിസ്തുവിന്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നതിന് സമയമെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ശുശ്രൂഷയുടെ മധ്യ, അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഒരിക്കലും ഒരു മനുഷ്യനെ അവൻ പൂർണ്ണനായിട്ടല്ല ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നത്. ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ, കർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ പൂർണ്ണനാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ആരെങ്കിലും ഇന്ന് നമ്മളെ ഈ ഒരു കൂട്ടായ്മയില് കർത്താവ് ഞാൻ കുറച്ചും കൂടെ നായിട്ട് ശുശ്രൂഷ ചെയ്യാന്നോർത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറി നിൽക്കരുത്. കർത്താവിനെ അറിഞ്ഞോ നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുക, കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങുക. കർത്താവ് തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യും. കർത്താവ് തന്നെ പല രീതിയിൽ, പല സ്ഥലങ്ങളിൽ, പല വ്യക്തികളിലൂടെ, സഭയിലൂടെ നമ്മളെ പല രീതിയിൽ കർത്താവ് നമ്മളെ വളർത്തുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിന്റെ ആ വലിയ പദ്ധതിക്ക് വിധേയപ്പെടുക. ആസ് ഹു യു ആർ, നിങ്ങൾ ആരാണോ ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി നിലനിൽക്കുക, മുൻപോട്ട് പോകുക. ആൻഡ് ജീസസ് വിൽ കറക്റ്റ് us കംപ്ലീറ്റ്ലി. അപ്പോൾ തൊട്ട് താഴെ നമ്മൾ പിന്നീട് പൗലോസിനെ എങ്ങനെ തമ്പുരാൻ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ആ വാക്യങ്ങളിൽ നമുക്ക് കടന്നു വരാം. 40-ാം വാക്യത്തിലേക്ക് നമ്മൾ കാണുന്നു, പൗലോസ് സീലാസിനെ തെരഞ്ഞെടുത്ത് അവനോടുകൂടെ യാത്ര തിരിച്ചു. സഹോദരരെല്ലാം അവരെ കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് എല്ലാവർക്കും പിടികിട്ടി. അതായത് പൗലോസ്ലീഹയ്ക്ക് ബർണബാസും പൗലോസ്ലീഹയും തമ്മിലുള്ള ആ ഒരു വേർപിരിയലിന് ശേഷം പൗലോസ്ലീഹ സീലാസിനെ തെരഞ്ഞെടുത്തു, അവനോട് കൂടെ യാത്ര തിരിച്ചു. സീലാസ് എന്റെ കൂടെ പോര്, സീലാസ് ഞാൻ പറയുന്ന കാര്യങ്ങളും എന്റെ ആ വ്യൂ പോയിന്റിൽ തന്നെയാണ് സീലാസ് നിൽക്കുന്നത്. ബർണബാസ് വേറൊരു വ്യൂ പോയിന്റ് ആണ്. അതുകൊണ്ട് സീലാസ് നീ എന്റെ കൂടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് വേർപിരിഞ്ഞു പോവുകയാണ്. ഈ വേർപിരിഞ്ഞു പോകുന്ന സമയത്ത് സഹോദരരെല്ലാം, ഇതിനെ ഔട്ടർ റലത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരരെല്ലാം അവരെ കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു. അപ്പോൾ ഒരു വിഭാഗീയത ഉണ്ടാകുന്ന സമയത്ത് സഭ അന്ന് ചെയ്തത് എന്താണ്? അന്നുണ്ടായിരുന്ന സഹോദരര്, ആ ശുശ്രൂഷകരെ എല്ലാം കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ എവിടെയെങ്കിലും വിഭാഗീയത കാണുമ്പോൾ ആ വിഭാഗീയത കണ്ട് നമ്മൾക്ക് തോന്നും, അങ്ങേര് പറഞ്ഞത് ശരിയല്ല, ഇങ്ങേര് കാണിക്കുന്നത് ശരിയാണ്, അത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ അഭിപ്രായം പറയാൻ പോവുകയല്ല വേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിക്കുക. പൗലോസ് പൂർണ്ണനാണോ? പൂർണ്ണനല്ല, പൂർണ്ണനാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ പൂർണ്ണനാണോ? പൂർണ്ണനല്ല. നമ്മൾ ആരും പൂർണ്ണരല്ല. പൂർണ്ണതയിലേക്ക് ക്രിസ്തുവിൽ പരിപൂർണ്ണനാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നർ മാൻ, നമ്മുടെ സ്പിരിറ്റ് മാൻ കംപ്ലീറ്റ് ആണ്, പൂർണ്ണതയിൽ വന്നിരിക്കുന്നു. കൊളോസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ആധിപത്യങ്ങളുടെ അധികാരങ്ങളെ ശിരസായി യേശുവിൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ സ്പിരിറ്റ് മാൻ കംപ്ലീറ്റ് ആണ്, പൂർണ്ണമാണ്. എന്നാൽ നമ്മുടെ സോൾ റലം, ആ സോൾ റലത്തിൽ നമ്മുടെ മനസ്സിന്റെ തലം, ഈ മനസ്സിന്റെ തലം ഓരോ ദിവസവും
നമ്മൾ ക്രിസ്തുവിൽ എന്തായി തീർന്നിരിക്കുന്നു എന്നുള്ള ആ റിന്യൂഡ് ഐഡന്റിറ്റിയിൽ ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, സീലാസിനെ തെരഞ്ഞെടുത്ത് അവനോട് കൂടെ യാത്ര തിരിച്ചു, സഹോദരരെല്ലാവരും അവരെ കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു. അപ്പൊ കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചെന്താണ്? 41-ാം വാക്യം, അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയയിലൂടെ കിലിക്കിയയിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ പൗലോസിന്റെ ഈ കുറവ് പൂർണ്ണമായും മാറിയോ എന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹയുടെ കുറവ് അവിടെ മാറിയിട്ടൊന്നുമില്ല. പക്ഷെ സഭ പൗലോസ്ലീഹാനെയും സഹോദരങ്ങളെയും കർത്താവിന്റെ കൃപയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കൃപയുടെ അഭിഷേകത്തിൽ അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയയിലൂടെയും കിലിക്കിയയിലൂടെയും സഞ്ചരിച്ചു. അപ്പോൾ ഈ കൃപയുടെ അഭിഷേകം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ വെളിപ്പെടുന്ന ഈ കൃപയുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താ? ഇതെല്ലാ വിഭാഗീയതകളെയും എടുത്തു മാറ്റും, ഇത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും, നമ്മുടെ ബലഹീനതകളെ മറച്ചു പിടിക്കും, നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് എന്താണോ നമ്മൾക്ക് ഒരു കുറവായിട്ടുള്ളത് ആ കുറവിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ ശക്തരാക്കി കർത്താവ് മുൻപോട്ട് നയിക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് വരമേൽപ്പിക്കപ്പെട്ടപ്പോൾ അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്താൻ തുടങ്ങി. അവിടെ വിഭാഗീയത മാറി, അവിടുത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി, പിന്നെ ശക്തിപ്പെടുത്തുന്ന ആ ഒരു തലത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. 16-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ദർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. ഇപ്രകാരം സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൗലോസ് ദർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. ലിസ്ത്രയിൽ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നീട് പൗലോസ്ലീഹയുടെ തിമോത്തിയോസിന് എഴുതിയ ലേഖനം എന്നുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ ലേഖനങ്ങളൊക്കെ ഈ ഒരു വിശ്വാസ യാത്രക്കിടയിൽ എഴുതുന്ന ലേഖനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൗലോസ്ലീഹ എന്ന വ്യക്തിയെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെയൊക്കെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ്ലീഹയുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒത്തിരി മാറുന്നുണ്ട്. മാറുക എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ ആ ഹോളി സ്പിരിറ്റിന്റെ ട്രാൻസ്ഫോർമേഷനിലൂടെ വേറൊരു ഹയർ തലത്തിലേക്ക് ആള് കംപ്ലീറ്റ്ലി സബ്ഡ്യൂഡ് ആയി, ആ ഒരു സ്പിരിറ്റ് മാൻ സോളിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആയി ആ സോൾമാന്റെ നിയന്ത്രണത്തിലേക്ക്, ആ സോൾ റലത്തിൽ പരിശുദ്ധാത്മാവിന്റെ ക്യാപ്റ്റിവിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ബോഡി കംപ്ലീറ്റ്ലി വന്നു. ഞാൻ ഇത് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ നമ്മുടെ ഉള്ളിൽ ആന്തരിക മനുഷ്യൻ ജനിച്ചു. ആന്തരിക മനുഷ്യനെ കർത്താവ് പണിതുയർത്തി വീണ്ടെടുക്കപ്പെട്ടു. അത് ക്രിസ്തുവിൽ പൂർണ്ണനാക്കപ്പെട്ടിരിക്കുന്ന ആന്തരിക മനുഷ്യൻ, സ്പിരിറ്റ് മാൻ. എന്നാൽ നമ്മുടെ മനസ്സ്, അതാ സോൾ റലം, ഈ മനസ്സിലാണ് നമ്മുടെ ബാറ്റിൽ മുഴുവൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ജനിച്ചു വളർന്ന കാലഘട്ടം മുതൽ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും രുചിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളുമായിട്ടുള്ള വ്യൂ പോയിന്റ് മുഴുവൻ കിടക്കുന്നത് ഈ സോളിൽ റലത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫെസോസുകാർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളിലെ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ, യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ ഈ പുതിയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ ആ പുതിയ മനുഷ്യന്റെ റിന്യൂഡ് ഐഡന്റിറ്റിയിൽ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ആ ഗ്രേസിനകത്ത് വളർന്നു വന്ന് ഏത് സാഹചര്യങ്ങളെയും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ കീഴ്പ്പെടുത്തുക എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പൗലോസ് കടന്നു വരികയാണ്. 16-ാം അധ്യായം 1-ാം വാക്യത്തില് നമ്മൾ കാണുന്നു, ദർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. ലിസ്ത്രയിൽ തിമോത്തിയോസ് എന്ന പേരുള്ള ശിഷ്യൻ ഉണ്ടായിരുന്നു, വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. എന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു. ലിസ്ത്ര, ഇക്കോണിയം എന്നിവിടങ്ങളിലെ സഹോദരർക്ക് അവനെ പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു. അവനെ തന്റെ കൂടെ കൊണ്ടുപോകുവാൻ പൗലോസ് തീരുമാനിച്ചു. ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി. അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, എന്തുകൊണ്ടാണ് പൗലോസ് ആ വ്യക്തിക്ക് പരിച്ഛേദന കർമ്മം നടത്തിയത്? പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പൗലോസ് ആ വ്യക്തിക്ക് പരിച്ഛേദന കർമ്മം നടത്തിയത്? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം പ്രത്യേകമായിട്ട് പരിച്ഛേദന കർമ്മത്തിനെതിരെ സഭയിലെ ചിലര് അന്ന് വാദിക്കാൻ തുടങ്ങി. യേശുവിന്റെ കുരിശിലെ ബലിയിലൂടെ മാത്രമല്ല പരിച്ഛേദനം, സർക്കംസിഷനും കൂടെ ചെയ്യണം, മോശയുടെ നിയമം കൂടെ നമ്മൾ പാലിക്കണം. അപ്പോൾ പൗലോസ്ലീഹ അതിനെ നഖശിഖാതെ എതിർക്കുകയും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം മുഴുവനും 5-ാം അധ്യായം ഒക്കെ ഈ പരിച്ഛേദന കർമ്മത്തിലേക്ക് പോകുന്നവർ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് വീണു പോവുകയാണെന്നുള്ളൊരു കാഴ്ചപ്പാടില് പൗലോസ്ലീഹ അവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി. എന്തെന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ ഈ ഒരു സാഹചര്യത്തിന് വഴങ്ങാറുണ്ടായ കാരണം മറ്റൊന്നുമല്ല, കർത്താവിന്റെ കൃപയുടെ സുവിശേഷം അതിന്റെ
ആ ഒരു റെവലേഷനിൽ നിന്നുകൊണ്ട് അതിനെ സ്പ്രെഡ് ചെയ്യുന്ന പൗലോസ്ലീഹ ആ ഒരു സാഹചര്യത്തിൽ യഹൂദർ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം, അപ്പോൾ ആ സ്ഥലത്ത് യഹൂദർക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ചിന്താഗതി നിൽക്കുകയാണ്. വിജാതീയരായിട്ടുള്ളവർ ക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ അവർ യഹൂദ രീതികൾ കൂടി അനുശാസിക്കണം എന്നൊരു ചിന്ത അത് പ്രബലമായി നിൽക്കും, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനെ ഈ തിമോത്തിയോസിന് ഇവരുടെ ഇടയിൽ ഒരു എൻട്രി കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ കൃപയുടെ സുവിശേഷം അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യത്തിനകത്തൂടെ കടന്നു പോകണം. അതിനുവേണ്ടി ആ ഒരു സാഹചര്യത്തെ കൃപയുടെ സുവിശേഷത്തിന് ഒരു എൻട്രിക്കായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിലും മറ്റ് ഇതര അപ്പസ്തോലിക സഭാ സമൂഹങ്ങളിലും എക്സ്പെഷ്യലി രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഏത് രാജ്യത്തായിരിക്കുന്നു, ഇപ്പൊ ഭാരതം അല്ലെങ്കിൽ ഇപ്പം അയർലൻഡ് അല്ലെങ്കിൽ അമേരിക്ക എവിടെയാണോ ആ രാജ്യത്തിലെ ചില രീതികൾ, ഇപ്പോൾ മെക്സിക്കോയിലൊക്കെ ആണെങ്കിൽ സഭ അവിടുത്തെ ചില രീതികൾ, ആ ദേശത്തിന് ചില രീതികൾ സഭയിലെ ചില പ്രാർത്ഥനകളിലും ചില കാര്യങ്ങളിലൊക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട്. അത് മറ്റൊന്നിനുമല്ല, ആ ദേശത്തിലുള്ള മനുഷ്യരിലേക്ക് ഏത് വിധേനയും ഈ കൃപയുടെ സുവിശേഷം എത്തിക്കണം. അപ്പോൾ തന്നെ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൽ എപ്പോഴും പരിശുദ്ധ കത്തോലിക്ക സഭയിലും ഏത് അപ്പസ്തോലിക സഭയിലും പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യന്റെ പ്രവൃത്തി, അതാ നമ്മൾ ചെയ്യുന്ന ഒരു റിച്വൽ കൊണ്ടുമല്ല. ഇപ്പൊ നമ്മൾ പള്ളിയിൽ പോയി ചെയ്യുന്ന ഏതെങ്കിലും റിച്വൽ കൊണ്ടല്ല, ആ റിച്വല് ഒരു വ്യക്തിയുടെ പേഴ്സണൽ അപ്ലിഫ്റ്റ്മെന്റ്, അയാളുടെ വിശ്വാസം എന്ന നിലയിൽ ചില കാര്യങ്ങൾ എന്നുള്ള നിലയിലല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. അത് പരിശുദ്ധ കുർബാനയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെയാണ് ആ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, ആ യഹൂദരെ പരിഗണിച്ച് അവന്റെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് തീരുമാനിച്ച സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി. എന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു. 4-ാം വാക്യം, ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു. അതായത് സഭയെടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണം. ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു വികാരം, സഭയെ അനുസരിക്കണമോ, അല്ലെങ്കിൽ അപ്പസ്തോലന്മാര് പറയുന്ന കാര്യങ്ങൾ അതിനെ വിധേയത്വത്തോടെ നമ്മൾ ഏറ്റെടുക്കണമോ? യേശു കുരിശിൽ നമുക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ചു, നമ്മളെ നേടിയെടുത്ത് നമ്മളെ സ്വർഗീയ പദവിയിൽ ഇരുത്തിയിരിക്കുന്നു. പക്ഷെ ഇവിടെ അപ്പസ്തോലന്മാര് പഠിപ്പിക്കുവാൻ തുടങ്ങി, നിങ്ങൾ അപ്പസ്തോലന്മാർക്കും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണം, അവരെ വിധേയത്വത്തോടെ അവിടെ നമ്മൾ ആയിരിക്കണം. അപ്പോൾ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ എപ്പോഴാണോ സഭ വിധേയത്വത്തിലേക്കും അനുസരണത്തിലേക്കും കടന്നു വന്നത്, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. നമുക്ക് പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ റീസണിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്നു, ഇപ്പം പലർക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പൗലോസ്ലീഹയോട് ചെന്ന് ചോദിക്കണം, എന്തിനാ തിമോത്തിയോസിന് പരിച്ഛേദന കർമ്മം നടത്തിയത്? അപ്പോൾ തിമോത്തിയോസിന് പരിച്ഛേദന കർമ്മം നടത്തിയതിന് ഉദ്ദേശം വേറൊന്നുമല്ല, തിമോത്തിയോസിന് അവിടെ ഒരു എൻട്രി കൊടുക്കണം, മാത്രമല്ല അവിടെ കൃപയുടെ സുവിശേഷം ഏത് വിധേനയും എത്തണം. അപ്പോൾ പലപ്പോഴും ചില ദിവസങ്ങൾ എന്നോട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, സഹോദര, അപ്പസ്തോലിക സഭകളില് ചില കാര്യങ്ങൾ അനുവദിക്കുന്നത് അത് നമ്മൾ അനുസരിക്കണം. തീർച്ചയായിട്ടും സഭ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് അനുസരിക്കുകയും അത് വിധേയത്വത്തോടെ നിൽക്കുകയും ചെയ്യുന്നത്, ആ വിധേയത്വത്തിനകത്ത് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും സഭയിൽ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത്, ഈ കാലഘട്ടത്തിലും അത് സംഭവിക്കും. അപ്പോൾ തന്നെ ഒരിക്കലും ഒരു അപ്പസ്തോലിക സഭയും പരിച്ഛേദന കർമ്മത്തിലെയോ ഏതെങ്കിലും കർമ്മത്തിലൂടെയോ റിച്വൽസിലൂടെയാണ് രക്ഷ നേടുന്നതെന്ന് പഠിപ്പിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പഠനങ്ങളിലും വളരെ ഡീപ്പറായിട്ട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെയാണ് രക്ഷ അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടതുപോലെ ഒരു വ്യക്തി മനസ്സിലാക്കണം. അപ്പൊ എത്രമാത്രം നമുക്ക് കുരിശിൽ യേശു ക്രിസ്തു ബലിയായി തീർന്നതിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു, അത്രത്തോളം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ സ്പിരിറ്റ് മാനും കംപ്ലീറ്റ്ലി റിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, 6-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 6-ാം വാക്യം, ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന്
പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ ഇവര് സഭയെ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായി വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി, എല്ലാവരും സഭയില് അനുദിനം ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ ശക്തമായ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും ഓരോ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, ഒക്കെ ഇന്നതുപോലെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിലൂടെ പോകണം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്റർവ്യൂ ചെയ്ത് ചില റീഡയറക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ അതിന് വിധേയപ്പെടണം. അത് ചിലപ്പം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് പറയത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കർത്താവേ, ഈ വഴിയാണല്ലോ കറക്റ്റ്, ഇതാണല്ലോ നല്ലത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് എല്ലാം അറിയുന്നു, എല്ലാം മനസ്സിലാക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാവേ. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ഒരിക്കല് വളരെ ശക്തമായിട്ട് ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. 2009 സമയത്തൊക്കെയാണ് ആ സമയത്ത്. അപ്പൊ സാമോവ, ടൊങ്ക, സോളമൻ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷനും ശുശ്രൂഷയൊക്കെ ആയിട്ട് അതിന് പോകാൻ വേണ്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവിടെ ഒരു അമേരിക്കൻ ഒരു പ്രീച്ചർ വന്നിട്ടുണ്ട്. ആ പ്രീച്ചറിന്റെ ഒരു ഗ്യാതറിംഗ് നടക്കുന്നു, ഒരു 3 ദിവസത്തെ കോൺഫറൻസ് നടക്കുന്നു. അപ്പൊ വെറുതെ ഒരു ദിവസം അനീഷിന് സമയമുണ്ടെങ്കിൽ ഒരു സെഷൻ ആ കോൺഫറൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറയും. അപ്പം അതിന് ടിക്കറ്റ് എടുക്കണം. ഞാൻ അതിന് ടിക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നു, കോൺഫറൻസ് ഒന്നും ബുക്ക് ചെയ്തൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം വെറുതെ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടി. ആ കോൺഫറൻസിന്റെ ലീഡ് സ്പീക്കർ ആയിട്ടുള്ള വ്യക്തി, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, ആ മനുഷ്യനെ നീ ഇന്ന് കണ്ടുമുട്ട, അയാളുമായിട്ട് സംസാരിക്കും. അപ്പം ഞാൻ അന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഞാൻ കോൺഫറൻസിന്റെ ആ സ്ഥലത്തോട്ട് ചെന്നു. ആരും ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. ഞാൻ ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ അവിടെ ഇരുന്നു. അപ്പോൾ ആ കോൺഫറൻസിന്റെ ലീഡ് സ്പീക്കർ അമേരിക്ക എന്നുള്ള ഒരു ബിൽ ജോൺസൺ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ടോക്ക് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അദ്ദേഹം ആ ടോക്ക് കഴിഞ്ഞ് ഞാൻ തിരികെ ടോക്ക് കഴിഞ്ഞ് വീട്ടോടെ പോരാൻ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ആ കോറിഡോറിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളില് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ല, അദ്ദേഹമായിട്ട് നേരത്തെ എനിക്കൊരു എൻകൗണ്ടറോ ഒരു റിലേഷൻ ഒന്നും ഇല്ല. പക്ഷെ എൻ്റെ ഉള്ളില് പെട്ടെന്നൊരു പ്രേരണ തരികയാണ്, ആ മനുഷ്യനോട് സംസാരിക്കും. അപ്പൊ ഞാൻ ആ വ്യക്തിയോട് ജസ്റ്റ് പോയി ഒന്ന് സംസാരിച്ചു. പക്ഷെ എൻ്റെ ഉള്ളില് വേറൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ഞാൻ ചോദിച്ചു, ക്യാൻ യു കം ആൻഡ് ഹാവ് എ കോഫി വിത്ത് മീ ഇൻ ദ സ്റ്റാർബക്സ് എന്ന് എൻ്റെ മനസ്സിൽ ചോദിച്ചു. ക്യാൻ യു കം ആൻഡ് ഹാവ് എ കോഫി വിത്ത് മീ ഇൻ ദ സ്റ്റാർബക്സ്, എൻ്റെ കൂടെ സ്റ്റാർബക്സിൽ വന്ന് ഒന്ന് കോഫി കുടിക്കാൻ വരാമെന്ന് ചോദിച്ചു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് കാത്ത് 100 കണക്കിന് ആൾക്കാർ നിൽക്കുവാണ്. പക്ഷെ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു. ഞാൻ ആ കാര്യം ചോദിച്ചു. അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു, പിറ്റേ ദിവസം ആട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കോഫിക്ക് പോയി. ഓക്കെ, സ്റ്റാർബക്സിൽ കോഫി കഴിക്കാൻ പോയി പിറ്റേ ദിവസം. അപ്പൊ കോഫി കഴിക്കാൻ പോയപ്പോ ഇദ്ദേഹം വലിയ പ്രീച്ചർ ആണോ ഈ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ല. ഇദ്ദേഹം അവിടെ വന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പൊ ഇദ്ദേഹം സംസാരിക്കുന്നതിന്റെ കൂടെ ഇദ്ദേഹം പെട്ടെന്ന് എന്നോട് പറയുകയാണ്, ഞാൻ സാമോവ, ടൊങ്ക, ഈ സോളമൻ ഐലൻഡ്സ് ഈ കൺവെൻഷൻ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പോകാനുള്ള കാര്യമായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം എന്നോട് പറയുകയാണ്, നീ ഇപ്പൊ അങ്ങോട്ടല്ല പോകാൻ പോകുന്നത്, നീ വലിയ താമസമില്ലാതെ നീ ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങി. ഞാൻ ഞെട്ടിപ്പോയി, എന്റെ ദൈവം, ഇന്ത്യയിലേക്ക്! ഞാൻ അങ്ങനെ ഒരു കാര്യം റീസണിങ് എന്റെ മൈൻഡിൽ പോലും ഇല്ല. നീ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ കയറുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കണമെന്നോ ഒരു അധ്യാപകനാകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും എൻ്റെ മൈൻഡിലില്ല. ഞാൻ അവിടെ വളരെ വേറൊരു കാര്യമായിട്ട് ശുശ്രൂഷയൊക്കെ ആയിട്ട് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. പഠിക്കുന്ന സമയമാണ്, കോളേജിൽ പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം അദ്ദേഹം എനിക്ക് തന്നു. എന്നിട്ട് അദ്ദേഹം അന്ന് 2009 എന്ന് ഓർക്കണം, ഇതിപ്പോ 2021. അദ്ദേഹം 2009 പറഞ്ഞു, നീ ഇന്ത്യ അല്ലാത്ത വേറൊരു രാജ്യത്തിരുന്നുകൊണ്ട് ഇതുപോലെ ഈ ഓൺലൈനിലോ നീ ബ്രോഡ്കാസ്റ്റ് ചെയ്താണ്ട് പ്രോഗ്രാമും വചന ശുശ്രൂഷയൊക്കെ നടക്കണം. അന്ന് സൂമും ഇല്ല, സ്കൈപ്പും ഇല്ല, ഇതുപോലത്തെ ഫോണുകളൊന്നും റിലീസ് വന്നിട്ട് പോലും ഇല്ല. പക്ഷെ അന്ന് 2009 ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു. എനിക്കത് ഉൾക്കൊള്ളാനും പറ്റിയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുത്തുമില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, പിരിഞ്ഞു. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നാട്ടിലോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. അപ്പോൾ എൻ്റെ ഫാദറിന് വയ്യാതായിത്തീരുന്ന ഒരു സാഹചര്യം, കുറെ 1-2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നാട്ടിലോട്ട് എനിക്ക് മടങ്ങി വരേണ്ടതായിട്ട് വന്നു. മടങ്ങി വരുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ കയറുന്നതായിട്ടോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലില്ല. അപ്പൊ ഞാനിത് പറയാൻ കാരണം, കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് ചില സന്ദേശങ്ങൾ തരുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ, അത് ഒരിക്കലും അത് ചിലപ്പോൾ നമുക്ക് തോന്നും അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്, അത് നമുക്ക് നല്ലതല്ല, അത് നമ്മുടെ ബെറ്റർമെന്റിനല്ല, അല്ലെങ്കിൽ നമ്മളെ റീഡയറക്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനകത്തെല്ലാം
പരിശുദ്ധാത്മാവിന് ഒരു പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ എവറിത്തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്. എവറിത്തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്. അപ്പൊ ഞാൻ നാട്ടിൽ വന്നു. ഞാൻ ഇവഞ്ച്വലി ഞാൻ പോലും അറിയാതെ വേറൊരാൾ മുഖാന്തരം ഞാനൊരു കോളേജിൽ പഠിപ്പിക്കാൻ കയറി. ഒരു കോളേജിലല്ല, പല കോളേജിലായിട്ട് ഗസ്റ്റ് ലെക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നു. ആ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ദിവസം ഒരു ക്രിസ്മസിന്റെ പ്രോഗ്രാമിന്റെ ടൈമിൽ എന്നോട് അവിടുത്തെ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ പറഞ്ഞു, അനീഷ് ഒരു ടോക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ടോക്ക് കൊടുക്കാൻ ഇപ്പൊ പ്രിപ്പയർഡ് അല്ല, ക്രിസ്മസ് പ്രോഗ്രാം പ്രിപ്പയർഡ് അല്ല. പക്ഷെ ആ ടോക്ക് കൊടുക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു സമ്മതം, ടോക്ക് കൊടുക്കാം എന്നൊരു ഐ ഫെൽ ലൈക്ക് ഐ ഷുഡ് സേ യെസ്. ആ യെസ് പറഞ്ഞു, ടോക്ക് കൊടുക്കാൻ സമ്മതം മൂളി. ഞാൻ ടോക്കിന് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. എന്നാൽ ആ ടോക്ക് കൊടുക്കാൻ ദിവസം വന്ന, ആ ടോക്ക് കൊടുക്കാൻ മൈക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളില് പെട്ടെന്ന്, ആ ദിവസം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് ചെവി പറഞ്ഞു, അന്ന് ബിൽ ജോൺസൺ അന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, 2009 പറഞ്ഞ കാര്യം, ബിൽ ജോൺസൺ അന്ന് പറഞ്ഞ കാര്യം, ഇങ്ങനെ കോളേജിൽ നിന്ന് നിൽക്കും, ഇങ്ങനെ ഒരു സംഭവം ചെയ്യും എന്ന് പറഞ്ഞ കാര്യം, അത് കർത്താവ് വീണ്ടും റിമൈൻഡ് ചെയ്തു. സോ ദിസ് ഇസ് ദ അപ്പോയിന്റ്മെന്റ് ടൈം, ഐ ആം വിത്ത് യു. ആ സെക്കൻഡിൽ അവിടെ അഭിഷേകം വ്യാപരിക്കണം. അപ്പൊ ഞാനന്ന് എന്ത് ക്ലാസ് എടുക്കണം എന്ന് പോലും അറിയാൻ മേല, എന്ത് ടോക്ക് കൊടുക്കണം എന്ന് പോലും. പക്ഷെ കർത്താവിന്റെ കൃപയെക്കുറിച്ച് ആ ഒരു സ്റ്റേജിൽ നിന്ന് നല്ല ഒരു കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു ടോക്ക് അന്ന് കൊടുത്തു. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ദൈവം നമ്മളെ ഡിഫറെന്റ് സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകും. എന്തിനു വേണ്ടിയാ? ആ സിറ്റുവേഷൻ അകത്ത് കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് കർത്താവിന് നമ്മളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും, മാത്രമല്ല അനേകരെ കർത്താവിന്റെ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് മാത്രമല്ല, അതൊരിക്കലും ഒരു നഷ്ടമല്ല. നമ്മൾ കടന്നു പോകുന്ന വേദനകൾ, സഹനങ്ങൾ, ഏതെങ്കിലും ഒരു വൾണറബിൾ സിറ്റുവേഷൻ ഒരിക്കലും നഷ്ടമല്ല. നമുക്കത് നേട്ടമാക്കി സ്വർഗം തീർക്കും. ഹല്ലേലൂയ. ഇന്നിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു നേട്ടം ഉണ്ടായത്, ലോകത്തിലെ ഏത് രാജ്യത്ത് ചെന്നാലും, 5 ഭൂഖണ്ഡങ്ങളിൽ പഠിപ്പിച്ച പിള്ളേരുണ്ട്. അതുകൊണ്ട് ലോകത്ത് എവിടെ ചെന്നാലും, ഇപ്പൊ ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയാണെങ്കിലും കാനഡയാണെങ്കിലും ആഫ്രിക്ക, ടാൻസാനിയ പോലും അന്ന് പഠിപ്പിച്ച പിള്ളേർ ലോകത്തിന്റെ 4-5 ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. അതുകൊണ്ട് എവിടെ ചെന്നാലും ഈ ഒരു നമുക്കൊരു സുഹൃത്ത് വലയം ദൈവം തന്റെ കൃപയാൽ നൽകിയിരിക്കുക. അപ്പൊ ഇന്ന് എനിക്ക് അതൊരു സന്തോഷം. പക്ഷെ അന്ന് എനിക്ക് ദുഃഖമായിരുന്നു. എന്തിനാ കർത്താവ് നാട്ടോട് തിരിച്ചു വിട്ടത്? എന്തിനാ കർത്താവ് അങ്ങനെയൊക്കെ കടന്നു പോയത്? പക്ഷെ അന്ന് കടന്നുപോയ ആ സാഹചര്യം, അത് കർത്താവ് അന്നത് അനുവദിച്ചത് ഇന്നത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. അന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചത്, എന്തിനാ പരിശുദ്ധാത്മാവെ പിന്തിരിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടം ഇവിടെയാണല്ലോ പ്രസംഗിക്കാൻ, ഈ രീതിയിൽ അങ്ങ് പോയാൽ പോരെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങളും അവരുടെ ഫ്രെയിമിന് അപ്പുറമായിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ പറയുന്നു, മീസിയായ്ക്ക് അടുത്ത് വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചു, എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. അപ്പോൾ ഇവിടെ മീസിയായ്ക്ക് അടുത്ത് വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചു. ഒരു സ്ഥലത്തോട്ട് പൊക്കോട്ടെ കർത്താവേ, അവിടെ നിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ മെസ്സേജ് ഞങ്ങൾ അവിടെ കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. ഇവിടെ ഈ മീസിയ എന്ന് പറയുന്നതും ഈ ചില ഈ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കണക്ട് ചെയ്യാം. നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിട്ടുകൊടുത്ത്, പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ച കൊമ്പ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെയുള്ള സംഭവം ഇതുപോലെ തന്നെ നടക്കണം എന്നുള്ള എന്റെ ഈ ആറ്റിറ്റ്യൂഡ്, എന്റെ ഈ ചിന്താഗതി. പൗലോസ്ലീഹയെ കുറിച്ച് അറിയാലോ, ശക്തമായി നമ്മൾ മുമ്പേ വായിച്ചതാണ്, ശക്തമായ അഭിപ്രായ ഭിന്നത ഉണ്ടായി. ബർണബാസുമായിട്ട് വഴക്കുണ്ടാക്കി രണ്ടുപേരും 2 വഴിക്കായി നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ മുറുകെ പിടിക്കുക, അതിന് ആ വഴി തന്നെ വരണം. എന്നാൽ കർത്താവ് അതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് ആ ഒരു ഫുൾനെസ്സിലേക്ക് നടത്തുവാണ്. ഇന്ന് ഇതേ പ്രൊസീജിയർ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മളും ചിലപ്പോൾ നമ്മുടേതായ രീതിയിൽ, നമ്മുടേതായ ആംഗിളിൽ, ഇങ്ങനെ വേണം കർത്താവേ, അങ്ങനെ വേണം കർത്താവേ, അപ്പൊ നടന്നേ പറ്റത്തുള്ളൂ കർത്താവേ, ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യാൻ കർത്താവേ, ഞാൻ ഏഷ്യയിൽ തന്നെ വചനം പ്രസംഗിക്കും, എനിക്ക് അവിടെ തന്നെ നിൽക്കണം കർത്താവേ, ഞാൻ അതിനു വേണ്ടി 1 മണിക്കൂർ തലകുത്തിന്ന് പ്രാർത്ഥിക്കും കർത്താവ്, നീ അത് നടത്തിയേ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ നിന്നിരുന്നെങ്കിൽ അവിടെ ആത്മാവിന്റെ പ്രവർത്തനം, ബിക്കോസ് ദേ ആർ നോട്ട് റെഡി. ഞാൻ അന്ന് സോളമൻ ഐലൻഡ്സ്, തൊങ്ക, ആ പറഞ്ഞ സ്ഥലത്തോട്ട് പോയിരുന്നെങ്കിൽ അന്ന് റെഡിയല്ല. പക്ഷെ ഇപ്പൊ റെഡി. ഇന്ന് രാവിലെ അവിടുത്തെ ആ രാജ്യത്തിന് ഒരു ഓൺലൈൻ കൺവെൻഷൻ ഉണ്ടായി, ഞാൻ അതിനകത്ത് ടോക്കൺ കൊടുത്തു. അപ്പൊ ഇപ്പോഴത് മാറി. ഇന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ദൈവം നമ്മളെ ചില സാഹചര്യത്തിനകത്തുകൂടെ കടത്തി വിടുമ്പോൾ അതിനകത്തെല്ലാം
കർത്താവ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു 8-ാം വാക്യം, തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസിനൊരു ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരുവൻ അവന്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. മക്കദോനിയക്കാരെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകുവാൻ ഉദ്യമിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഏത് മേഖലയും ആയിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം ഉണ്ടായിരിക്കും. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം. ഈ സമാധാനമാണ് നമ്മുടെ ഉറപ്പ്. ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടെ പല ഇൻഡിക്കേഷൻസ് വരും, അസ്വസ്ഥതകളും അസമാധാനങ്ങളും പലതരത്തില്. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവെ, അവിടുത്തെ പൂർണ്ണതയിൽ അവിടുന്ന് നിന്നെ പൂർണ്ണനാക്കിയിരിക്കുന്നു. അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന് ഞാൻ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഈ വിഷയത്തിനകത്ത് എന്നെ വഴി നടത്തണം. അവിടുന്ന് എന്നെ സഹായിക്കണം. അപ്പോൾ ഹോളി സ്പിരിറ്റ് തന്നെ നമ്മുടെ സ്പിരിറ്റ് മാനോട് സംസാരിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്പിരിറ്റിനോട് ഹോളി സ്പിരിറ്റ് സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്നെല്ലാവരും പറയുന്നതിന്റെ കാരണം, ചിലപ്പോൾ എല്ലാവരും പറയും, ചില ആൾക്കാർക്ക് മാത്രമേ കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ കേൾക്കാനുള്ള ഗിഫ്റ്റ് ഉള്ളൂ, ചിലർ പറയാറുണ്ട്. പക്ഷെ വചനത്തിൽ പറയുന്നത് എന്താണ്? കർത്താവ് എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് നൽകിയിട്ടുള്ള സഹായകനാണ് പരിശുദ്ധാത്മാവ്. അത് ഒരു പ്രീച്ചറിനോ ഒരു വ്യക്തിക്കോ വേണ്ടി മാത്രമല്ല, നമ്മളെല്ലാവർക്കും നൽകിയിട്ടുള്ള സഹായകനാണ്. അപ്പോൾ ഈ സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് എപ്രകാരം കേൾക്കാൻ പറ്റും? സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ബിക്കംസ് സോ പീസ്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ ആൻഡ് ഫുൾ ഓഫ് ഗ്രേറ്റ് ജോയ്. നമ്മുടെ സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്പിരിറ്റ് മാനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ സോൾ ഇരിക്കുന്ന നമ്മുടെ മൈൻഡ്, നമ്മുടെ ആ മൈൻഡിന്റെ ആ റിന്യൂവൽ വചനത്തിലൂടെ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറ്റബോധത്തിലേക്കും ആവശ്യമില്ലാതുള്ള പലതരത്തിലുള്ള ഈ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള കണ്ടംനേഷൻ തോട്ട്സ് കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന്റെ ശക്തിയെ, ആത്മാവിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഈ ഒരു ആവശ്യമില്ലാതുള്ള കണ്ടംനേഷൻ തോട്ട്സിനെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ബ്രേക്ക് ചെയ്ത്, യേശു എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നതിലൂടെ അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അവൻ എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, അവന്റെ രക്തത്തിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിന് സ്വന്തമായി ഞാൻ തീർന്നിരിക്കുന്നു, ഞാൻ സ്വർഗത്തിന്റെ പൗരനായി തീർന്നിരിക്കുന്നു എന്നുള്ള ഐഡന്റിറ്റിയിൽ നമ്മൾ ഉറച്ച് യേശുവിന്റെ കുരിശിൽ നിന്ന് ഒഴുകുന്ന ആ തിരുരക്തത്തെ മുറുകെ പിടിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് ക്രിസ്തുവിലുള്ള ആ കോൺഫിഡൻസിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ you could easily hear the presence of the Holy Spirit. You can easily hear the voice of the Holy Spirit. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹയെ അവിടെ പിന്തിരിപ്പിക്കുന്നു, അല്ലെ? ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നത് പിന്തിരിപ്പിക്കുന്നു. ഏഷ്യ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏഷ്യ അല്ല കേട്ടോ, ടർക്കി. ഏഷ്യ മൈനർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ടർക്കി, ഇന്ന് യൂറോപ്പിലുള്ള ടർക്കിയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലം. പക്ഷെ അതിന് തൊട്ട് മുൻപ് നടന്നൊരു കാര്യം എന്തായിരുന്നു? പൗലോസ്ലീഹ ജെറുസലേമിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സഭയ്ക്ക് വിധേയപ്പെട്ട സഭയിലെ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണം, വിധേയപ്പെടണം എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വിധേയത്വത്തിന്റെ, അനുസരണത്തിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ he could hear Holy Spirit. പരിശുദ്ധാത്മാവ് ചില ഡയറക്ഷൻ കൊടുക്കുന്നതിനെ ശരിക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു. അതായത് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? നമ്മൾ അനുസരണപ്പെടുമ്പോൾ, നമ്മൾ വിധേയപ്പെടുമ്പോൾ, നമ്മൾ എളിമപ്പെടുമ്പോൾ, നമ്മൾ കർത്താവിന്റെ കുരിശിലെ ബലിയിൽ ആശ്രയിച്ചുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ എന്റെ ഭാഗം വിജയിക്കണം എന്നുള്ള ചിന്ത വിട്ടുമാറി, കർത്താവെ, നിന്റെ ഹിതത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുതരും, അത് എന്റെ ബെറ്റർമെന്റിനാണ്, അതെന്റെ അനുഗ്രഹത്തിനാണ്, അതെന്റെ ഉയർച്ചയ്ക്കാണ്, അതെന്റെ നന്മയ്ക്കാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന കർത്താവ്, നീ എനിക്ക് തരുന്നത് മുഴുവൻ എന്റെ നന്മയ്ക്കാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോൾ we can easily hear the directions of the Holy Spirit. Hallelujah. അപ്പോൾ രാത്രിയിൽ പൗലോസിന് ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരുവൻ അവന്റെ മുൻപിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. വലിയൊരു ഡോർ അവിടെ തുറക്കുക. അപ്പൊ ഈ ഡോർ അവിടെ തുറന്നു കിടപ്പുണ്ടായിരുന്നു. പക്ഷെ
അവർക്കന്നു അവർ വാശി പിടിച്ചത് എവിടെയാ? അവർക്ക് പോകാൻ അവർ ആഗ്രഹിച്ചത് ഏഷ്യയില. അപ്പൊ നമുക്കും ചില ആഗ്രഹങ്ങൾ ചില സമയത്ത് ഉണ്ടായിരിക്കും. ചിലപ്പം കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്ന വലിയ വാതിൽ തൊട്ടപ്പുറത്ത് നിൽക്കുക, അതിനെ മിസ് ഔട്ട് ആയി പോവുകയാണ്. അപ്പൊ നമ്മൾ പിടിച്ചിരിക്കുന്ന ആ ഒരു സംഭവത്തെ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഇടപെടലിനായി നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? ഹോളി സ്പിരിറ്റ് വിൽ കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ദാറ്റ് സിറ്റുവേഷൻ. അവിടെ നമുക്ക് വേണ്ടത് മുഴുവനും സ്വർഗം നൽകുകയാണ്, തന്നു കഴിഞ്ഞിരിക്കുന്ന. അതായത് ഈ ദൈവത്തിന്റെ പ്രൊവിഷൻസ് എല്ലാം നൽകപ്പെട്ടിരിക്കുക. അതല്ലേ പറഞ്ഞത്, ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവ എല്ലാം നൽകപ്പെട്ടിരിക്കും, എല്ലാം തന്നു കഴിഞ്ഞിരിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം ഒരുക്കി തന്നിരിക്കുന്നു, എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു, എല്ലാം കുരിശിലൂടെ തന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാ സഹോദര ഇതൊക്കെ ഞാൻ വിശ്വസിച്ചിട്ട് ചിലത് വെളിപ്പെടാത്തെ? അവിടെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, വിധേയപ്പെടുക, അനുസരണമുള്ളവരായി തീരുക, എളിമപ്പെടുക. ഞാൻ എൻ്റെ വഴിക്ക് എൻ്റെ രീതി എന്നുള്ള ചിന്ത മാറി, കർത്താവെ നീ എന്നെ ആക്കി വെക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ നിന്ന് നിനക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, നീ ഏൽപ്പിച്ചു തരുന്ന കാര്യവുമായിട്ട് മുൻപോട്ട് പോകുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ എന്നെ തന്നെ വിട്ടുതരും. ഈ ഒരു മനോഭാവം ഉണ്ടായിരിക്കാം. ഞാൻ ഒരു വ്യക്തിയുടെ എക്സാമ്പിൾ പറയാം. ലെറ്റ് മീ സീ ഇഫ് ഐ ഹാവ് ടൈം. 1:15. ഓക്കെ. ഞാൻ പഠിപ്പിച്ചൊരു ഒരു കൊച്ച്, അവക്ക് IELTS എക്സാം, IELTS ഞാൻ കുറച്ചാൾ പഠിപ്പിച്ചായിരുന്നു. ആ സമയത്ത് IELTS എക്സാം ക്ലിയർ ചെയ്യണം, IELTS എക്സാം ചെയ്ത് വേറൊരു കൺട്രി പോകണം എന്നുള്ളത് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുക. അപ്പൊ അവള് വേറെ ജോലിക്കൊന്നും പോകത്തില്ല, വേറൊരു കാര്യത്തിനും പോകത്തില്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവളോട് പറഞ്ഞു, മോളെ നീ ഇടയ്ക്ക് നീ വേറൊരു ജോലിയും കൂടെ കണ്ടുപിടിച്ച് ആ കൂടെ തന്നെ നിനക്ക് ഈ ഒരു എക്സാമും കൂടെ പ്രിപ്പയർ ചെയ്യാം. കാരണം ഈ ആൾക്ക് ഒന്ന് രണ്ട് വിഷയങ്ങളാണ് പ്രത്യേകമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കർത്താവ് തന്നു, ആ വ്യക്തിയോട് പറയണം, വേറൊരു സ്ഥലത്ത് ജോലിക്ക് കയറി കുറെ നാളും കൂടെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് വിദേശത്തോട്ട് പോകേണ്ടത്. പക്ഷെ ആളത് സമ്മതിക്കത്തില്ല, ആൾ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. അപ്പൊ എക്സാം എല്ലാം തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം എല്ലാം തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും കടം എടുത്തായാലും ലോൺ എടുത്തായാലും വീണ്ടും ആ കാര്യത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചു? ഇയാൾ ലൈഫ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, മോളെ നീ ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നിനക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ആ ശമ്പളത്തിൽ നിന്ന് നീ എക്സാം എഴുതിക്കോ, നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. ഒരു സന്ദേശം പോലെ കൊടുത്താണ്. അപ്പൊ അവൾ അതിനുശേഷം അത് ഫോളോ ചെയ്തു. അവളൊരു ജോലിക്ക് കയറി. അവള് ഈ പറയുന്ന എക്സാമിന്റെ ആ ഒരു വെപ്രാളത്തിൽ നിന്നെല്ലാം അങ്ങ് മാറി ജോലിക്ക് കയറി ജോലി ചെയ്യാൻ തുടങ്ങി. അവൾക്ക് അവളുടെ കാര്യത്തിനുള്ള ഒരു ചെറിയ ശമ്പളമാണ്, ആ ശമ്പളം കിട്ടി. വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, അത്യാവശ്യം രീതിയിൽ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് അവള് റാൻഡം ആയിട്ട് ഒരു ഡേറ്റ് പോയി പിക്ക് ചെയ്തു, എക്സാം എഴുതി, അവൾ ക്ലിയർ ആയി. അപ്പോൾ ആ സമയത്ത് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ അവിടെ പേഷ്യൻസ് ആയിട്ട് വന്ന ചില വ്യക്തികളോട് ഇവർക്ക് വചനം പറയാൻ പറ്റും. ആ വചനം പറഞ്ഞ് ചില വ്യക്തികളെ സമാശ്വസിപ്പിക്കുവാനും ചില കുടുംബങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും അതിലൂടെ തന്നെ ഒരു പുതിയ ചില ഓപ്പണിങ്സ് അവളുടെ ജീവിതത്തിൽ, അവളുടെ കുടുംബത്തിനായാലും ചില കാര്യങ്ങളൊക്കെ ദൈവം തുറന്നു കൊടുത്തു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞാനത് പറയുന്നതിന് കാരണം, നമ്മൾ ചില കാര്യങ്ങളിൽ അനുസരണത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവം പുതിയ വാതിലുകൾ തുറന്നു തരും. അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കരുത്. നമ്മൾ അവിടെ വിധേയത്വത്തോടെ നിൽക്കുക, അനുസരണത്തോടെ നിൽക്കുക. ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് ജോലിക്ക് കയറാൻ ഒരു താല്പര്യമില്ല. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് വിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുക എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ. അപ്പം ഞാൻ ഓസ്ട്രേലിയയിൽ ജീവിച്ചു. അവിടുത്തെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോയിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, നാട്ടിൽ വന്നിട്ട് ജോലിക്ക് കയറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ജോലിക്ക് കയറണമെന്ന് അതിനു മുമ്പ് വേറൊരു വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എന്റെ പല കാര്യങ്ങളും ഡിലേ ആയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത്, ആ ജോലിക്ക് കയറി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവിന് മഹത്വം വെളിപ്പെടാൻ തുടങ്ങി. പിന്നെ അടുത്ത വാതിൽ ദൈവം തുറക്കുവാണ്. സംഭവം കർത്താവ് തുറക്കുന്നത്, നമ്മളല്ല. കർത്താവ് തുറക്കുന്നത്. നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക മാത്രം ചെയ്യുക. യേശുവിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിച്ചുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോൾ കർത്താവ് അതിനകത്ത് പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പഠിപ്പിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പിള്ളേർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. സാധിക്കുന്ന സമയങ്ങളൊക്കെ കൃപയുടെ വചനങ്ങളും കാര്യങ്ങളൊക്കെ കുറേശ്ശെ പറയും. 1-on-1 കിട്ടുന്ന സമയങ്ങളൊക്കെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ജോലി സ്ഥലത്ത്
ഞാൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കുറച്ച് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേര് എഴുന്നേറ്റ് പോകും. അപ്പോൾ ഈ എതിർപ്പുകൾ വന്നപ്പോൾ ആദ്യം എന്റെ മനസ്സിൽ തോന്നി ചിന്ത എന്താണെന്നറിയാമോ? ജോലി നിർത്തിയേക്കാം. ഇനി അങ്ങനെ വീട്ടിൽ പോയിരിക്കാം. കർത്താവെ, എതിർപ്പുള്ള സ്ഥലത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എതിർപ്പൊന്നും വേണ്ട, എതിർപ്പൊന്നും ഇല്ലാതെ സമാധാനമുള്ള ജോലി സ്ഥലം മതി. അപ്പൊ ഞാൻ അടുത്ത ജോലി സ്ഥലം തപ്പിപ്പോകാൻ തുടങ്ങും. ആ സമയത്ത് വീണ്ടും പരിശുദ്ധാത്മാവ് സന്ദേശം നൽകി, അവിടെ തന്നെ നിൽക്കണം. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു, പരിശുദ്ധാത്മ നടക്കുകയാണ്, ആരും സപ്പോർട്ടില്ല, ഞാനുണ്ടല്ലോ കൂടെ, നീ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങളോട് കർത്താവ് തരുന്ന പലർക്കും ഉള്ളൊരു മെസ്സേജ് ആയിരുന്നു, ഉറച്ചു നിൽക്കുക. എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ ഉറച്ചു നിന്നു. ശരിയാ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഇതെങ്ങനെയാ, എനിക്ക് അറിയാൻ മേല, എന്റെ കർത്താവ് ഇതിനെ ഡീൽ ചെയ്യേണ്ട അറിയാൻ മേല. പക്ഷെ ആ സാഹചര്യത്തിനകത്ത് കർത്താവ് ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അന്ന് എനിക്ക് കിട്ടിയ ഒരു ഉറപ്പ് എന്താണെന്നറിയാമോ? ഈ കർത്താവിന്റെ സാന്നിധ്യം അടുത്ത് വന്നിരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചുറ്റും പലതരത്തിലുള്ള എതിർപ്പുകളായിട്ടൊക്കെ നിൽക്കുമായിരിക്കും, പക്ഷെ ഭയങ്കര ഒരു സന്തോഷമാണ്, ഭയങ്കര ഒരു റിലീഫാണ്. ഇതിന്റെ റീസൺ എന്താണെന്നറിയാം? വൈ ദർ ഈസ് സച്ച് റിലീഫ് when you obey the Holy Spirit? I tell you this. പരിശുദ്ധാത്മാവിന് നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ then it's become his responsibility to make you victorious, because battle belongs to the Lord. യുദ്ധം കർത്താവിന്റെയാണ്. നീ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ പ്രതികൂല സാഹചര്യത്തെ നീ നേരിടുമ്പോൾ നിന്റെ യുദ്ധം അവൻ ഏറ്റെടുക്കുക. അപ്പം എന്നെ എതിർത്ത ഒരു വ്യക്തി പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് പലരെ എതിർത്ത് ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട്, പക്ഷെ നിന്നെ എതിർക്കാൻ പറ്റിയിട്ടില്ല. കാരണം നീ എപ്പോഴും ചിരിച്ചോണ്ട് അതിനെ നേരിട്ട. വൈ യു ആർ സ്മൈലിംഗ്? വൈ ദർ ഇസ് എ ജോയ് ഇൻ യുവർ ഫേസ്? ഇതെന്താണ് ഈ സന്തോഷത്തിന്റെ കാരണം? ഈ സന്തോഷത്തിന്റെ കാരണം വേറെ അവരോർത്ത് വേറെ എന്തോ സംഭവമാണ്, പക്ഷെ യഥാർത്ഥ കാരണം എന്താ? ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. ഇന്ന് ലോകത്തിലെ ഒരു ശക്തിക്ക് എടുത്തു മാറ്റുവാൻ പറ്റാത്ത ഒന്നാണ് പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷം. ഇന്ന് ഞാനിത് പറയുമ്പോൾ ചില കോളേജിൽ പഠിപ്പിക്കുന്ന സാറന്മാര് എന്നെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഏത് പ്രതികൂലത്തിലൂടെ പോയാലും ഗോഡ് വിൽ ഗിവ് യു ഹിസ് ജോയ്. അവന്റെ സന്തോഷം കൂടെ കാണും. ഈ സന്തോഷത്തില് ക്ലാസ് എടുക്കാൻ കയറിയോ, തമ്പുരാൻ അവിടെ വലിയ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം എന്റെ ദൈവമേ, ഈ ജോലി ഉപേക്ഷിച്ച് പോകണമെന്ന് തീരുമാനം എടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. അന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരിശുദ്ധ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ലാസ്റ്റ് ഡേ. ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ലാസ്റ്റ് ഡേ. ഐ കാൻറ്റ് ഹാൻഡിൽ ഇറ്റ് എനിമോർ. എനിക്ക് ഇനി പറ്റത്തില്ല കർത്താവ്, ഞാൻ ഇന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ശബ്ദം കേൾക്കുവാണ്, ഡോണ്ട് ഗീവ് അപ്പ്, ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യു, സംതിങ് ഗ്രേറ്റ് ആൻഡ് അമേസിംഗ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. എന്ത് അമേസിംഗ് കർത്താവ്, എനിക്കറിയാമില്ല. ഞാൻ ജോലി സ്ഥലത്ത് ചെന്ന സമയത്ത് വളരെ വൾണറബിൾ സിറ്റുവേഷൻ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത സമയം ഒത്തിരി എടുക്കും, വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. പക്ഷെ എനിവേ, അന്ന് സംഭവിച്ച ഒരു കാര്യം, അന്ന് ഞാൻ ഒരു സെഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച ഒരു കൊച്ച് പിന്നീട് അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് കയറിയായിരുന്നു. അപ്പൊ ഈ ഗസ്റ്റ് ലെക്ചറായിട്ട് കയറിയ ആള് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നേരത്തെ തൊട്ട് പറയണമെന്നുണ്ടായിരുന്നു, സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ വർഷമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് സാറിനോട് അത് തുറന്ന് പറയണമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ കൊച്ചു, എന്താണ് കാര്യം, എന്താ, വാട്ട് ഹാപ്പൻ ടു യു? അവളെന്നോട് പറഞ്ഞു, അവക്കൊരു ഡിസീസ് ഉണ്ട്, അവൾക്ക് ക്യാൻസർ ആയിരുന്നു. ഷീ ഹാഡ് ബ്രസ്റ്റ് ക്യാൻസർ. സോ ആ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം പിന്നീട് അവളെന്നോട് പറഞ്ഞു, അത് ഡയഗ്നോസിസ് ചെയ്യാനൊക്കെ ടൈം എടുത്തു. അപ്പം സോ മച്ച് കോംപ്ലിക്കേഷൻ, സോ മച്ച് ഇഷ്യൂസ്. കാരിത്താസ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഗംഗാധരൻ, ആ ഗംഗാധരനാണ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി ഹോപ്പ് ഇല്ല, ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇവളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കാണ് അടുത്ത ക്ലാസ് എടുക്കാൻ പോകണം, ഒരു 2 മിനിറ്റ് ബ്രേക്കേ ഉള്ളൂ. ഇവളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ തൊട്ടടുത്ത്, അതായത് ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് പുറകില് ഒരു തണുത്ത കാറ്റ്, ഹൗ കെൻ ഐ എക്സ്പ്ലെയിൻ, ഒരു കൂൾ ബ്രീസ് പോലെ, അത് യേശുവിന്റെ രൂപം തൊട്ട് പുറകെ നിൽക്കുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടാകും. എന്നിട്ട് ചെവി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് അവളോട് പറയുക. അപ്പൊ ഞാനിത് കേട്ടപാടി അവളോട് പറഞ്ഞു, കുരിശിൽ യേശു സകലതും ചെയ്തു കഴിഞ്ഞു, നിന്റെ ഈ രോഗം യേശു കുരിശിൽ സൗഖ്യമാക്കിയിരിക്കുന്നു. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞ സമയത്ത് അവളുടെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് പോകുന്നു, വെള്ളം വരുന്നുണ്ടോന്ന് ഞാൻ അനുഭവിച്ചത്, എന്റെ പുറകിൽ നിൽക്കുന്ന ഈ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം നേരെ വന്ന് അവളുടെ മുകളിലോട്ട് അങ്ങ് വീഴുന്നു. അവിടെ പ്രാർത്ഥന നടന്നില്ല, അവിടെ കൈകൊട്ടിയില്ല, അവിടെ തലയെ കൈവച്ചില്ല, അവിടെ ഒന്നും സംഭവിച്ചില്ല. ദ പ്രസൻസ് വെന്റ് ആൻഡ് ടച്ച്ഡ്.
ഇത് കഴിഞ്ഞു പെട്ടെന്ന് എനിക്ക് ഐ കുഡ് ഫീൽ സംതിങ് ഹാസ് ഹാപ്പൻ. എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം വീക്സ് പാസ് ബൈ. കുറെ നാളുകൾ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി. ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഈ പെൺകൊച്ച് സ്റ്റാഫ് റൂമിലേക്ക് ഓടി കയറി വന്നു. കയറി വന്നിട്ട് ഇവളുടെ കയ്യിൽ 2 റിപ്പോർട്ടുണ്ട്. 2 റിപ്പോർട്ടുമായിട്ട് ഇവള് കയറി വരും. അപ്പൊ എനിക്കിട്ട് പാര വെച്ച ആൾക്കാർ, സാറന്മാരെല്ലാം അവിടെ ഇരിക്കുക. അവരെല്ലാം അവിടെ ഇരിക്കുന്നതിന്റെ ഇടയിലോട്ട് ഈ പെൺകൊച്ച് കയറി വന്നിട്ട് ഈ കയ്യിലിരിക്കുന്ന 2 റിപ്പോർട്ടും എടുത്ത് കാണിച്ചുകൊണ്ട് അവള് പറഞ്ഞു, ദേണ്ടേ, ഒരു മാസം 2 മാസം മുമ്പ് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞെന്നുള്ള ഈ റിപ്പോർട്ടുകൾ, ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞിരുന്ന റിപ്പോർട്ടും ഇപ്പോൾ എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ട്രേസ് പോലും ഇല്ല എന്ന് പറഞ്ഞുള്ള മറ്റൊരു റിപ്പോർട്ടും. ഈ 2 റിപ്പോർട്ടുമായിട്ട് നേരെ സ്റ്റാഫ് റൂമിലേക്ക് കയറി വരും. അപ്പം ആ സ്റ്റാഫ് റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് വസ്തുത ഇത് കേൾക്കുമ്പോൾ എന്റെ ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല. കാരണം ഐ ന്യൂ ഇറ്റ് വാസ് ജീസസ്. കാരണം അന്ന് രാവിലെ കർത്താവ് പറഞ്ഞു, ഐ വാസ് ഗോയിങ് ടു ഡു സംതിങ് സോ അമേസിങ്. ഹല്ലേലൂയ. അപ്പം അന്ന് കർത്താവ് പറഞ്ഞ ആ കാര്യത്തെ അനുസരിച്ച് അവിടെ പിടിച്ചു നിന്നപ്പോൾ എന്താ കാണാൻ പറ്റിയത്? കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യമാകുവാൻ സാധിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിധേയത്വത്തോടെ, അനുസരണത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അമേസിങ് തിങ്സ് വിൽ ഹാപ്പൻ. ഇതൊന്നും നമ്മുടെ കൈയുടെ പവർ അല്ല പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ കൈ കൊണ്ടാണ് കാണിക്കുന്നുണ്ട് സൗഖ്യം. ഒന്നുമല്ല. ദിസ് ഈസ് ജീസസ്. അത് വിധേയത്വത്തോടെ, അനുസരണത്തോടെ, എളിമയോടെ ചില കാര്യത്തിൽ നമ്മൾ കർത്താവ് പറയുന്ന അനുസരിച്ച് കഴിഞ്ഞാൽ അവിടെ കർത്താവ് ഇറങ്ങി വരും, കർത്താവ് സൗഖ്യമാക്കും, കർത്താവ് ഡെലിവറൻസ് കൊടുക്കും. ബിക്കോസ് ജീസസ് ഹാസ് ഡൺ എവറിത്തിങ് ഓൺ ദാറ്റ് ക്രോസ്. എന്റെ അടുത്ത് വന്ന് കർത്താവ് പറഞ്ഞു, ഒന്നും മാത്രമേ ഉള്ളൂ, അവളോട് പറയണം, കുരിശിൽ ഞാൻ അവൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈശോ ഇന്ന് നമ്മൾ ഓരോരുത്തരെയും, ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ജോലി സ്ഥലത്ത് ശക്തമായി ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. സുവിശേഷം എന്നുള്ളത് സ്റ്റേജ് മാത്രമല്ല, പള്ളി മാത്രമല്ല, ഇറ്റ്സ് എവ്രിവെയർ. ഹോസ്പിറ്റലുകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഓട്ടോ ഓടിക്കുന്ന ആളാണെങ്കിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിയെ കയറുന്ന ആൾക്കാരെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളിലൂടെ ഇത് വ്യാപരിക്കും. ഹല്ലേലൂയ. ഇതാണ് കൃപയുടെ ലോകം. കർത്താവിന്റെ സ്വപ്നം അതാണ്, കർത്താവിന്റെ ആഗ്രഹം അതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗൈഡൻസിൽ പൗലോസ്ലീഹ മക്കദോനിയയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമാണ് അവിടെ ലിദിയയുടെ മാനസാന്തരം. ലിദിയ എന്ന് പറഞ്ഞ വ്യക്തി കർത്താവിലേക്ക് കടന്നു വരികയും അങ്ങനെ യൂറോപ്പില് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കും സുവിശേഷത്തിനുമായിട്ട് വലിയ വാതിലുകൾ സ്വർഗം തുറക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ നമുക്ക് അതിലേക്ക് അടുത്ത ദിവസം കടന്നു വരാം. നമ്മൾ ഇത്രയും അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് ലിദിയയുടെ മാനസാന്തരം എന്നുള്ള ഭാഗം മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവിടെ വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. ആ കർത്താവ് അന്ന് ലിദിയയെ മാനസാന്തരപ്പെടുത്തി യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലേക്ക് വലിയ വാതിൽ പൗലോസ്ലീഹയ്ക്ക് ശുശ്രൂഷയ്ക്കായി തുറന്നു കൊടുത്ത അതേ കർത്താവ് ഇന്ന് നമ്മൾക്ക് വേണ്ടിയും ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയിലുള്ള നിരവധി മക്കളുടെ, നിങ്ങളുടെ ഭവനം കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ടൊരു വാതിലാണ്. നിങ്ങളുടെ ജോലിസ്ഥലം കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വാതിലാണ്. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരു വാതിലാണ്. ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു പോകുന്ന എല്ലാ വേദനകളും, എല്ലാ റിജക്ഷൻസും, അല്ലെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത അവസ്ഥകൾ, അതൊക്കെ അതിനകത്തൊക്കെ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കർത്താവ് ഇന്ന് ഈ കൂട്ടായ്മയിലുള്ള നമ്മൾ ഓരോരുത്തരോട് ആവശ്യപ്പെടുകയാണ്, എല്ലാ വിധേനയും ഒന്ന് താഴ്ന്നു നിൽക്കാവോ, ഒന്ന് വിധേയപ്പെടാമോ, ഒന്ന് അനുസരണത്തോടെ ചില കാര്യങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാമോ. ഞാൻ പറയുന്ന കാര്യം ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കണം. ഈ കൂട്ടായ്മയിൽ ആരോ ഒരാൾ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഏതോ ഒരു രാജ്യത്തിലേക്ക് പോകണം. പക്ഷെ കർത്താവ് നിന്നെ വിടാൻ പോകുന്ന വേറൊരു രാജ്യത്തിലേക്ക്. നീ നിന്റെ പിടുത്തം വിട്, നീ നിന്റെ എന്നുള്ള പിടുത്തം വിട്. നിന്റെ കർത്താവിന്റെയാ. കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലം നീ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് മനോഹരമാകുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ നിനക്ക് തോന്നും അത് കൊള്ളത്തില്ല, പക്ഷെ കർത്താവ് പറയുന്നു, ദാറ്റ് ഈസ് യുവർ പ്ലേസ്. അവിടെ ഞാൻ നിന്നെ പ്ലേസ് ചെയ്യും, അവിടെ ഞാൻ നിന്നെ പണിതുയർത്തും, അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അവിടെ ഞാൻ നിന്നെ വലുതാക്കും. ഹല്ലേലൂയ. അവിടെ ഞാൻ നിന്നെ വലുതാക്കും. ഇതൊരു പ്രോഫസി പോലെ റിസീവ് ചെയ്തോട്ടെ പ്രിയമുള്ളവർ. ഞാൻ എന്റെ ജീവിതത്തിന് സാക്ഷ്യം പറയുന്നു. ഓസ്ട്രേലിയ ആയിരുന്ന സമയത്ത് അന്ന് എന്റെ മനസ്സ് ഓസ്ട്രേലിയ മാത്രമാണ്. ഞാൻ അയർലൻഡ് എന്ന് പറഞ്ഞ രാജ്യം സ്വപ്നം കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പോകണമെന്ന് ഒട്ടും ചിന്തിച്ചിട്ടുമില്ല, നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ നാട്ടിൽ വന്നു, പിന്നീട് അയർലൻഡിൽ വന്നു, ഇവിടെ സ്ഥിരമാക്കി. ഇവിടെ കർത്താവ് എന്നെ നിർത്തിയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് കർത്താവ് ചില ദർശനങ്ങളിലൂടെ ചില വ്യക്തികളോട് സംസാരിച്ച കാര്യങ്ങൾ അത് സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം, പരിശുദ്ധാത്മാവിന്റെ ഹിതം, പരിശുദ്ധാത്മാവിന്റെ
പദ്ധതി, ആ പദ്ധതി കർത്താവ് അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ he will make and turn around everything for good. റോമ 8:28. All things will work together for good for those who love God and those who are called according to his purpose. ഇന്നത്തെ ഈ പ്രയർ മീറ്റിംഗ് അവസാനിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഒറ്റ കാര്യം കൂടെ പറയുന്നുള്ളൂ. വല്ല വിധേന നമ്മൾ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ അതിനെ കംപ്ലൈന്റ് ചെയ്യാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിനൊന്ന് നന്ദി പറഞ്ഞു, ഒന്ന് കൃതജ്ഞതാ സ്തോത്രം ചെല്ലിക്കുക. കർത്താവ് എന്റെ കൈ ഉണ്ടോ, ഈ വലത് കൈ, കർത്താവിന്റെ വചനം, കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും ഒക്കെ കർത്താവ് ഈ കൈ കൊണ്ട് അല്ലേ. ഇന്ന് എന്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾ ആരും പറയില്ല, നമുക്കുണ്ട്. കർത്താവ് ചിലത് തന്നിട്ടുണ്ട്, ആ തന്നതിനെ കയ്യിലെടുത്ത് നന്ദി പറഞ്ഞു. എല്ലാ ഭിന്നതകളും മാറിക്കും. കൃപയുടെ അഭിഷേകത്തിൽ സ്വർഗം നമ്മളെ നിറച്ചിരിക്കുന്നു. കർത്താവിന്റെ സമാധാനത്തിൽ ഇന്നേ ദിവസം സ്വർഗം നമ്മളെ കാത്തുപരിപാലിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു അനീഷ്. അനീഷ് പറഞ്ഞതിന്റെ കൂട്ടത്തില് ദൈവത്തിന്റെ സ്വരം കേൾക്കുക എന്ന് അനീഷ് പറഞ്ഞപ്പോഴേ പലർക്കും ചിലപ്പോൾ സംശയം തോന്നും, എന്തുകൊണ്ടാ ഞാൻ ഇത് കേൾക്കാത്തത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പലർക്കും അങ്ങനെ തോന്നി കാണും, എന്തുകൊണ്ടാ ഞാൻ ഈ കേൾക്കാത്തത്. അപ്പോൾ 1-2 ക്ലാരിറ്റി അതിനകത്ത് കൊണ്ടുവരാം. God will not speak to you. God always speaks in you. ഒന്നുകൂടെ റിപ്പീറ്റ്, God will not speak to you. He speaks in you. കാരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ. He speaks in you. അപ്പോ യേശു എന്ത് സംസാരിക്കുന്നോ പരിശുദ്ധാത്മാവ് he hears that. കാരണം യോഹന്നാന്റെ സുവിശേഷം 16:13-16. The Holy Spirit is the spirit of disclosure. He will guide you into all the truths. അവൻ സ്വമേധയാ ഒന്നും സംസാരിക്കുന്നില്ല, അവൻ എന്ത് കേൾക്കുന്നോ അത് സംസാരിക്കും. യേശു എന്തു പറയുന്നു അത് നിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നിന്റെ സുബോധ മനസ്സിലേക്ക് വരും. സോ ലെറ്റ് മീ ബി, ഒന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം വരും. എന്താ ചിലർക്ക് മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ, എനിക്കെന്തോ കേൾക്കാൻ പറ്റത്തില്ലയോ? യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവരെന്നെ ഫോളോ ചെയ്യും. അപ്പോ യേശു പറഞ്ഞിട്ടുണ്ട് എന്റെ ആടുകൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവർക്കും കേൾക്കാൻ പറ്റും. പക്ഷെ he will not speak to your ears. He speaks in you. നിന്റെ ഉള്ളിൽ സംസാരിക്കും. എന്തുകൊണ്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റാത്തത്? ബിക്കോസ് നമ്മൾ പല ചിന്താഭാരങ്ങളോട് ഇരിക്കുന്നതുകൊണ്ട് we are not able to hear the soft still voice. മൃദുമായി സംസാരിക്കാൻ നമ്മൾ കേൾക്കാൻ പറ്റാത്തതിന് പലവിധ ചിന്തകളിൽ നമ്മൾ പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം നോട്ട്. കർത്താവ് വളരെ വ്യക്തം, ബി സ്റ്റിൽ. നമ്മൾ സ്റ്റിൽനെസ്സിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു, സ്വസ്ഥതയിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനാ? സ്വസ്ഥതയിലേക്ക് വരുമ്പോൾ when you come into still, പരിശുദ്ധാത്മാവ് കീഴ്പ്പെടുമ്പോൾ what happens? എല്ലാ അതർ വോയിസസിനെയും നമുക്കിത് ഫിൽട്ടർ ചെയ്ത് കളയാനും നമ്മുടെ ചെവിയെയും നമ്മുടെ ആത്മാവിനെയും കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്ത് യേശുവിന്റെ ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ കൊണ്ടുവരാനും വേണ്ടി നമ്മളെ ദൈവം സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത്. എല്ലാരും എന്റെ സ്വരം കേൾക്കുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കേൾക്കും. പക്ഷെ അതിന് ഞാനും നിങ്ങളൊരു ഒരുക്കപ്പെടണം. ബി സ്റ്റിൽ. അതിനൊരു ട്രെയിനിങ്. യു ഹാവ് ടു ഹിയർ the voice of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ, ദൈവം യേശു ഉള്ളിൽ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതെടുത്ത് നിങ്ങളുടെ സുബോധ മനസ്സിലേക്ക് ഉണ്ട്. അതാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. He will not speak, God will not speak to you. God speaks into you. He speaks in your spirit because യേശു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിപരമായ ബന്ധത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ he takes up what he hears. പരിശുദ്ധാത്മാവ് യേശു എന്ത് സംസാരിക്കുന്നോ അത് കേട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ സുബോധ മനസ്സിലേക്ക് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന നിങ്ങൾ കേൾക്കണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ഡെവലപ്പ് ദ ഇന്റിമസി വിത്ത് ദ ലോർഡ്. ആ ഒരു സ്റ്റിൽനെസ്സിലേക്ക് നിങ്ങളെ ട്രെയിനിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് കേൾക്കാൻ നിങ്ങളുടെ ബാക്കി സ്വരങ്ങളെ എല്ലാം ഷട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബിഗിൻ ടു ഹിയർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്.
ആ സമയത്ത് ദൈവം എന്തോ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്? ഈസ് ടീച്ചിങ് യു ടു ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ദൈവത്തിന്റെ സ്വരം ആദ്യം നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. നിങ്ങളെ പരിശീലിപ്പിക്കുക എന്താ? ഹോളി സ്പിരിറ്റിനുമായിട്ട് സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പരിശീലിപ്പിക്കുക. ഇസ് ത്രൂ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഓരോ സാഹചര്യത്തിൽ കൂടെ എന്നെ നിങ്ങളെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ ബിസി ആയിരിക്കുമ്പോഴാണ് നമുക്കിതൊന്നും കേൾക്കാൻ പറ്റുന്നത്. സോ കം ബി സ്റ്റിൽ. തിരിച്ച് ബിസിനസ്സിൽ എല്ലാം ഒന്ന് മാറ്റി ഒരു സ്വസ്ഥത സമയം കണ്ടെടുത്ത് ഒരു ട്രെയിനിങ് ഡെവലപ്പ് ചെയ്യും. സോ യു വിൽ ബി ട്യൂൺ ടു ഹിയർ. ദൈവം FM-ലാണെങ്കിൽ നമ്മൾ SM-ൽ ട്യൂൺ ചെയ്താൽ കിട്ടുമോ? പറ്റുന്നില്ല. ഇപ്പോഴും ഈ മുറിക്കകത്ത് നിങ്ങൾ ആയിരിക്കുന്നത് ദൈവം സംസാരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം യു ആർ ലിസണിങ് ടു മെനി അതർ വോയിസസ്. ആ വലിയ ബാക്കി ശബ്ദങ്ങളെല്ലാം നിങ്ങൾ ക്വയറ്റൻ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് ആ സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഇവൻച്വലി വിൽ ബിഗിൻ ടു ലിസൺ ടു ദ വോയിസ്. ഇതൊരു ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇന്ന് പോയിട്ട് ആരും കിടന്നു അയ്യോ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കൊരു കുറവുണ്ട്. നോ, കുറവുള്ളവനായിരുന്നു ഞാൻ, പക്ഷെ കുറവില്ലാത്ത ഒരു എന്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നു നിന്നെ തികവുള്ളവനും പാകതയുള്ളവനും ആക്കിയിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടാൻ നോക്ക്. ദൈവത്തിന്റെ ആത്മാവിലേക്ക് കേൾക്കുവാൻ നിന്റെ അകത്തെ മനുഷ്യനെ നീ ട്യൂൺ ചെയ്യും. ആ ശബ്ദം കേൾക്കുവാൻ അതൊരു ട്രെയിനിങ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഒരു സെൻസിറ്റീവ് വേണം. പരിശുദ്ധാത്മ എങ്ങനെ സംസാരിക്കും? ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. ഒരു മുറിയിൽ ഒരു 30 അമ്മമാർ, അതായത് ഒരു മാസം അയാൾ പ്രസവിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഒരു മുറിയിലിട്ട് ഈ അമ്മമാരെ എല്ലാം അടുത്ത മുറിയിൽ വെച്ചാൽ ഏത് കുഞ്ഞ് കരയുന്നുണ്ട് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ ഉടനെ മനസ്സിലാവും അത് എന്റെ കുഞ്ഞാണ്. കാരണം എന്നാ? ഒരു മാസം അല്ല 9 മാസം വയറ്റിൽ കൊണ്ടു നടന്ന് ഒരു മാസം മാറോട് ചേർത്ത് വെച്ച അമ്മയ്ക്ക് കുഞ്ഞ് കരയുമ്പോൾ അമ്മയുടെ ചെവി അത്ര ട്യൂണ്ടാ. അത് എന്റെ കുഞ്ഞാന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്ന പോലെ. The more you develop the intimacy with the Lord, the more you begin to hear in your spirit, not into your ears. Never. He will not speak to you, he speaks in you. അതൊരു ട്രെയിനിങ്. അപ്പൊ ഈ നാളുകൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നയിക്കപ്പെടട്ടെ. എല്ലാവരും ഈ വരും ദിവസങ്ങൾ അല്ലെ 1 മാസം അല്ലെ 1.5 മാസം ദൈവത്തിന്റെ സ്വരം കേട്ട് എഴുന്നേറ്റ് അവിടെ പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. ഇതുകൊണ്ടാണ് യേശു വന്ന് നമുക്കൊരു മോഡൽ കാണിച്ചു. യേശു പറഞ്ഞു, എന്റെ പിതാവ് എന്ത് കാണുന്നോ, എന്റെ പിതാവ് എന്ത് സംസാരിക്കുന്നു, എന്റെ പിതാവ് എന്ത് ചെയ്യുന്നു, അപ്പം ആ വിധേയത്വം. The more you come into intimacy with the Holy Spirit, the more you begin to hear the voice of the Lord. It is in your spirit and it has to rise up into your soul. Thank you.